ഇമാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ റമദാൻ വസ്ത്രശോഭയുമായി നൂർ വസ്ത്ര റമദാൻ സ്പെഷ്യൽ കളക്ഷൻസ്. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ഭദ്രം വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു. അന്തരിച്ച വ്യാപാരി പോൾ കെ.പിയുടെ കുടുംബത്തിനുള്ള ധനസഹായം സേവ്യർ ചിറ്റലപ്പള്ളി MLA കൈമാറി. വ്യാപാര മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധികളെക്കുറിച്ചും ചടങ്ങിൽ ചർച്ചയായി. നമ്മുടെ കയ്യിൽ ജോലി ചെയ്യുന്നവർ ഇത്തരത്തില് ഒരു സുരക്ഷാ പദ്ധതിയിലേക്ക് വ്യാപാരി വ്യവസായ ബന്ധപ്പെട്ടവർ നയിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. 55 കോടി രൂപ ഇതിനോടകം 400ഓളം പേർക്ക് കൊടുത്തു എന്ന വിവരവും തികച്ചും മാതൃകാപരമാണ്. നമുക്കറിയാം, നമ്മളിൽ നിന്നൊരാൾ അകന്നു പോകുന്നത്, നഷ്ടപ്പെടുന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും ആ സങ്കടത്തിൽ നമുക്ക് ചേർന്ന് അവരെ സംരക്ഷിക്കാൻ പദ്ധതി കൊണ്ടുപോകാൻ കഴിയുന്നത് തീർച്ചയായും തുടരേണ്ട മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിലാണ് അന്തരിച്ച പോൾ കെ.പിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. പദ്ധതിയുടെ ജില്ലാതലത്തിൽ ഇതുവരെ 55 കോടി രൂപയോളം മരണാനന്തര ചികിത്സാ സഹായമായി നൽകിക്കഴിഞ്ഞുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു. നിലവിൽ വ്യാപാര മേഖല നേരിടുന്ന പാചകവാതക പ്രതിസന്ധിയെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഗ്യാസ് ലഭിക്കാത്തത് മൂലം 90% ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഈ സാഹചര്യം മറികടക്കാൻ ആധുനിക രീതിയിലുള്ള വിറക് അടുപ്പുകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യണമെന്നും സർക്കാർ കെട്ടിടങ്ങളിലെ വ്യാപാരങ്ങളുടെ വാടക കുറയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 250 കോടി രൂപയുടെ പദ്ധതികൾ തീർച്ചയായിട്ടും ഇന്ന് ഈ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ അദ്ദേഹത്തിനോട് വളരെയധികം സ്നേഹവും ബഹുമാനം എല്ലാം കൂടി ഞങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ ആലോചിക്കുന്ന എന്താ വാക്കാല ഇങ്ങനെ അഭിനന്ദനം നിർത്തിയിട്ടുള്ളത്. ഞാനും ഗോകുലും സലാമൊക്കെ കൂടി തീരുമാനിച്ചത് നമുക്കൊരു ഷോൾ ഇടണം, ഒരു നല്ല മൊമെന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. പിന്നെ അതിൽ വേറൊരു വിവാദം ഉണ്ടാകും. വിവാദം ഉണ്ടാക്കാൻ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം വിവാദമല്ല. അപ്പൊ ആൾ പറഞ്ഞു ഷോൾ വേണ്ട, എനിക്ക് മൊമെന്റ് ഒന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മാത്രം മതി. നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും എന്റെ ചൈത്രയാത്ര തുടരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇനി അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കാര്യം മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. കാരണം എല്ലാ സ്ഥാനാർത്ഥികളോടും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സ്റ്റാർട്ട് ഓഫ് ഡിമാൻഡ് സാധാരണ കൊടുക്കാറുണ്ട്. ഞാൻ ഇന്നലെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തയ്യാറാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വ്യാപാരികളെ കുറിച്ചിട്ട് നിയമസഭയിൽ പറയണം. കഴിഞ്ഞ പറഞ്ഞില്ല എന്നല്ല, പക്ഷെ ഇന്ന് വളരെ ദുരിതത്തിലാണ് ഞങ്ങൾ വ്യാപാരികൾ. PN ഗോകുലൻ സ്വാഗതവും നിയോജക മണ്ഡലം ചെയർമാൻ PP ജോണി മുഖ്യപ്രഭാഷണവും നടത്തി. ധനസഹായ വിതരണത്തിന് ശേഷം വിപുലമായ ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. എൽദോ പോൾ, CA ഷംസുദ്ദീൻ, പ്രശാന്ത് P മേനോൻ, ഷിജു തലക്കോടൻ തുടങ്ങി നിരവധി സംഘടനാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു.